ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബനാന മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ബനാന മിൽക്ക് ഷേക്ക്. ഓക്കെ, അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ഈ വലിപ്പത്തിലുള്ളൊരു പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. നേന്ത്രപ്പഴം, റോബസ്റ്റ, മണ്ണമ്പഴം, ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് നല്ല അത്യാവശ്യം മധുരമുള്ളൊരു പഴമാണ്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 4 ഈത്തപ്പഴം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് കാഷ്യൂ നട്ട്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം വേണമെങ്കിൽ എടുക്കാം, ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ കാഷ്യൂ നട്ട്സാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഴം കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കുതിർത്തിരിക്കുന്ന ഈത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാൻ 2 ഗ്ലാസ് പാല് തിളപ്പിച്ചിട്ട് തണുക്കാൻ വെച്ചിരുന്നു. കട്ടയാക്കാനൊന്നും വെച്ചിട്ടില്ല. നമുക്ക് എളുപ്പത്തിൽ കട്ടയായിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ 2 ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരത്തിന് ആവശ്യമായ, ഞാനിവിടെ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മധുരത്തിന് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണിത്. നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് മിൽക്ക് കട്ടയാക്കിയിട്ടും ചെയ്യാം, പക്ഷെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെയും ചെയ്യാം. തണുപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട്, നമ്മൾ പാല് കാച്ചിയെടുക്കത്തില്ലേ, കാച്ചിയെടുത്തിട്ട് തണുപ്പിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കാണ് കേട്ടോ. ഞാനിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ബൂസ്റ്റിൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം, കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.